മക്കളുണ്ടോ? ആദ്യം പ്രപ്പോസ് ചെയ്തത് എന്നായിരുന്നു? മാരേജ് ഡേറ്റ് പറയും. ലവ് മാരേജ് ആണോ? പ്രഗ്നന്റ് ആയിട്ട് എത്ര മന്തായി? ഇതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ? പിന്നെ ഇബാൻഷിക സ്കൂൾ ലൈഫ് ലവേഴ്സ് ഉണ്ടായിരുന്നു. ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ നമ്മൾ കുറെ ആയി ഒരു Q&A ഒക്കെ ചെയ്തിട്ടില്ലേ? അതെ, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എന്താ ചോദിച്ചിരുന്നു. കാരണം അതായത് എല്ലാവർക്കും കമന്റിൽ റിപ്ലൈ കൊടുക്കുന്നതിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാലോ എന്നുള്ള ലെവലിലാണ് നമ്മളൊരു Q&A ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറെ ആൾക്കാർക്ക് അറിയേണ്ട നമ്മള് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളെ വീഡിയോസിനും ഒക്കെ ഒരുപാടൊക്കെ ചോദിക്കുന്നത്. പിന്നെ നമ്മള് ഓൾറെഡി നമ്മള് എല്ലാ എനിക്ക് തോന്നുന്നു കുറെ Q&Aയിൽ പറഞ്ഞിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റേഷൻ കുറെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് ഇവക്ക് ഇപ്പൊ എത്ര മാസമായി, പിന്നെ നമ്മൾ ഡോക്ടർ ഏതാ കാണിക്കുന്നത്, പിന്നെ നമ്മളെ ഫാമിലിന്റെ കാര്യങ്ങള്, പിന്നെ നമ്മളെ മാരേജിന്റെ ഇയേഴ്സ്, അങ്ങനെ പല കുട്ടികൾ എത്ര ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ആൻസർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവന്റെ സ്കിൻ കെയറിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഒരു കെയറും ചെയ്യാറില്ല. അതെ, സ്കിൻ ആയാലും ഹെയർ ആയാലും ഞാൻ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഹെയറിന് എനിക്ക് തോന്നുന്നു ഞാനൊരു ബോട്ടോക്സ് എന്നൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അത് ജാനുവരിയിൽ എടുത്തതാണ്. അപ്പോൾ 3 month വരെ ഈ ഒരു ടെക്സ്ചർ എല്ലാം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 5 month ഒക്കെ കഴിയുന്നവരെ എനിക്കൊരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പണ്ടത്തെ മാതിരി ചുരുണ്ടു ഗൈസ്. പ്രീനാറ്റൽ കെയറിൽ നമ്മള് ഓയിലൊക്കെ ഇട്ട് നല്ല ഹെയർ ഒക്കെ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നാലെ പോയതാന്ന് തോന്നുന്നു. ഫുള്ള് ചുരുളാൻ തുടങ്ങി. അപ്പൊ അത് വലിയ കെയർ ഒക്കെ ഇല്ലെങ്കിൽ ഓൾറെഡി ഞാൻ അതൊന്നും കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. എന്റെ മുടി ഫുള്ള് ചേരി മാതിരി ആയിപ്പോയി. അങ്ങനെയാണ് ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വിചാരിച്ചത് തന്നെ. അപ്പൊ ഇപ്പം അങ്ങനെ പഴയ ടെക്സ്ചറിലേക്ക് ആയിക്കില്ല. പക്ഷെ എന്താണ് നല്ലൊരു ഇത് മെയിൻറ്റെയിൻ, ഒരു വേവി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. പിന്നെ സ്കിൻ കെയർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. അത് സ്കിൻ കെയർ ഒന്നുമല്ല. കെയർ എന്ന് പറയുമ്പോൾ രാത്രി ചില ആൾക്കാർ ഉറങ്ങാൻ പോകുന്ന സമയത്ത് മോയ്സ്ചറൈസർ അങ്ങനെ സാധനങ്ങളൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ സൺസ്ക്രീൻ അങ്ങനെ ഞാൻ ഒരു സാധനം ഇപ്പൊ യൂസ് ചെയ്യലില്ല. അതെ. അപ്പൊ അടുത്തത് ലവ് ചിഹ്നാണ്. പിന്നെ ലവ് ചിഹ്നം ചെയ്യും. പിന്നെ മാഷാ അല്ലാഹ്. ലവ് മാരേജ് ആണോ? നമ്മൾ കുറെ പറഞ്ഞ ലവ് മാരേജ്, അറേഞ്ച് മാരേജ് ലവ് മാരേജ് അങ്ങനെ പറയാം. നമ്മളത് വേണമെങ്കിൽ നമ്മളത് ഒരു വലിയ സ്റ്റോറി ആയിരുന്നു. നമ്മളെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റോറിയാണ്. ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തൊക്കെ മാഷാ അല്ലാഹ്. ആഷിഖാൻ ജോബ് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് ഡ്രസ്സിന്റെ ഒരു പരിപാടി. പിന്നെ നമ്മൾ ഫുൾ ടൈം യൂട്യൂബർ ആണ്. പിന്നെ നമുക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ തട്ടിമുട്ടിക്കുമ്പോൾ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൈസ് ഇത്തരം സ്ഥലം എവിടെയാണ്? ഹായ് പറയാം. അനൂനാസ് വ്ളോഗ്. ഹായ്. അപ്പൊ നമ്മൾ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇന്റെ സ്ഥലം പാവങ്ങാട് കാലിക്കറ്റിലുള്ള അത്തോളിയാട്ടോ. രണ്ടുപേരും എന്താണ് പഠിച്ചത്? വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാന് BSc സുവോളജി കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോഡിംഗ് പറഞ്ഞൊരു കോഴ്സ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഇങ്ങനെ പോകുന്നു. യെസ്, ഞാൻ BCom കഴിഞ്ഞ് 2 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പോകുന്നു. എന്റെ വീട്ടിൽ നമ്മളോട് പറഞ്ഞാലും പറയാ, എനിക്ക് 2 പെങ്ങന്മാരുള്ളത്. പിന്നെ എനിക്കൊരു കാക്ക, പിന്നെ അമ്മയും. അതെ, നിങ്ങൾ സൂപ്പറാണ്. താങ്ക് യു. എന്നായിരുന്നു മാരേജ് ഡേറ്റ് പറയുമോ? നമ്മളത് ആഷിക പറയും. ആഗസ്റ്റ് 27. ഇയർ 3 കൊല്ലം ബാക്കോട്ട്, 2023. അതായത് എന്റെ വീട്ടില് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 27th ആഷിഖാന്റെ വീട്ടില് 28th ഓഗസ്റ്റ്. അപ്പൊ ഞാൻ ഇവിടേക്ക് വന്നത് 27th. അതുകൊണ്ട് നമ്മള് 27th അവസാനം അവള് പറഞ്ഞു ഞാൻ ഇവിടേക്ക് വന്ന് 27 ആണല്ലോ, അപ്പൊ നമുക്ക് അത് മതി. അങ്ങനെ എന്റെ വീട്ടിലെ ഫംഗ്ഷൻസ് ഹാളിൽ വെച്ച് നടന്നത് 28th. പക്ഷെ ഇവളെ വീട്ടിലെ 27. അങ്ങനെ നമ്മൾ ഫൈനലി 27 ആക്കി. ലാസ്റ്റ് ആണ് നമ്മളെ തേർഡ് വെഡിങ് ആനിവേഴ്സറി. ലവ് മാരേജ് ആണോ? ഞാൻ പറഞ്ഞത്. എത്ര മന്തായി? 2 പേരുടെ ഫാമിലി പരിചയപ്പെടുത്തു. നമ്മൾ 2 പേരുടെ ഫാമിലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫാമിലി ഫോട്ടോ ഈ ഒരു സ്ക്രീൻ നമ്മൾ ഇട്ടേക്കാം. പക്ഷെ എന്നാലും വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ അമ്മ സ്ഥിരമായിട്ട് എടുക്കൊക്കെ നമ്മളെ കണ്ടന്റിലും, എന്നാലും എടുക്കുന്ന കോണ്ടന്റ് വീഡിയോസിലും കുറച്ച് മുന്നേ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു അസുഖമൊക്കെ വന്ന സമയത്ത് പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും 2-3 വീഡിയോയിലൊക്കെ വന്ന് പോയിട്ടുണ്ട്. ലവ് മാരേജ് ആണ് എങ്കിൽ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? അത് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്കൊരു ഇൻഷാ അല്ലാഹ്
നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ വേണമെങ്കിൽ പറയാല്ലേ. നമ്മൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ പ്രപ്പോസ് അറേഞ്ച് മാരേജ് വന്നിട്ട് ലവ് മാരേജ് ആയതാണ്. അങ്ങനെ പ്രപ്പോസ് ഒന്നും പറയാൻ പറ്റില്ല. ഷെയർ യുവർ ലൈഫ് സ്റ്റോറി. ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ എന്താ പറയാ, അത് നമ്മളെ ലൈഫ്, നമ്മളെ വിവാഹം, നമ്മളെ ലോകമാണോ, അതായത് നമ്മള് ഫസ്റ്റ് മുതലുള്ളതോ അല്ലെങ്കിൽ മാരേജ് ആഫ്റ്റർ മാരേജുള്ള ലൈഫ് സ്റ്റോറി ആണ് എന്താണ് ഉദ്ദേശിച്ചത്? ലൈഫ് സ്റ്റോറി അടിപൊളിയാണ്. എന്തെങ്കിലും നല്ല ലൈഫ് സ്റ്റോറി ചെയ്യാം. അതായത് ബിഫോർ ലൈഫും അല്ല ആഫ്റ്റർ മാരേജും ആഫ്റ്റർ മാരേജും എല്ലാം കൊള്ളാം, അടിപൊളിയാണ്. മക്കളുണ്ടോ? മക്കൾ ഇതുവരെ ഇല്ല. അതെ. പ്രഗ്നന്റ് ആണോ? അത് നമ്മൾ ഓൾറെഡി നമ്മളെ പേജ് റിവീൽ ചെയ്തതാണ്. നമ്മളെ വ്ളോഗിലൊക്കെ നമ്മൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് ഇപ്പൊ കൂടുതൽ ചെയ്യാറ്. അപ്പൊ ചിലപ്പോൾ വ്ളോഗ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും യു ആർ പ്രഗ്നന്റ്. പ്രഗ്നന്റ് ആയിട്ട് എത്ര മന്തായി? ഇതന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ? നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കുട്ടികളാവാൻ പോകുന്നു. ആരോ ഒരാള് മെസ്സേജ് അയച്ചതാണേ, ഇതിലാണോന്ന് എനിക്കറിയില്ല, ഏതൊരു കമന്റില് നീ കുട്ടികളൊന്നും വേണ്ടേ, ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടി പോലും ആയിക്കില്ലേ? മുമ്പല്ല, ഈ അടുത്ത് ഞാൻ ഇരുന്ന് വായിച്ചില്ല ലെറ്റാന്. ഒന്നും വിചാരിക്കണ്ട കേട്ടോ, അങ്ങനെ ചോദിക്കൊന്നുമല്ല, അറിയാൻ വേണ്ടി ചോദിക്കാന്നല്ലോ. സിയാൻ ഹായ് തരുമോ? ഹായ് സിയാൻ. സഹക് ഹായ് തരുമോ? ഹായ് സഹക്. How much months for Iba and your marriages have in school life? Do you have? Allah. സ്കൂൾ ടൈം പഠിക്കുമ്പോ അങ്കു എനിക്ക് അഫയർ ഉണ്ടായിരുന്നു പഠിക്കുന്നത്. മൈ ഗോഡ്. എല്ലാവർക്കും അത് നമുക്ക് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഉണ്ടാവല്ലോ ആ ടൈമിലൊക്കെ അല്ലേ. പിന്നെ ഇബ നാഷിക സ്കൂൾ ലൈഫ് ലവേഴ്സ് ഉണ്ടായിരുന്നു. ഈ ബൂട്ടി ഹായ്. ഇതാ ഞാൻ പറഞ്ഞ മെസ്സേജ്. ഹിബ പ്രഗ്നന്റ് ആണോ? മാരേജ് കഴിഞ്ഞിട്ട് എത്രയായി? ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ലേ? ടെൻഷൻ ആക്കാൻ പറഞ്ഞതല്ല, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഓൾറെഡി പറയാനുള്ളത് ഇതുവരെ കുട്ടികളൊന്നുമില്ല, പക്ഷെ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇൻഷാ അല്ലാഹ്. ഇനി വീട് എവിടെ നമ്മൾ പറഞ്ഞില്ലേ. ഇനി മോസ്റ്റ്ലി ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മന്തായി എന്നുള്ളതാണ്. കാരണം നമ്മള് ഇതുവരെ അങ്ങനെ നമ്മളോട് ഓൾമോസ്റ്റ് എല്ലാ വ്ളോഗ് ഇട്ട സമയത്തും എല്ലാം ചോദിക്കും എത്ര മന്ത് 6 months കഴിഞ്ഞു. യെസ്, 6 months കഴിഞ്ഞു. അതെ. അപ്പൊ നമ്മളിനി 7th monthലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളെ കുറെ ആൾക്കാർ, അതായത് നമ്മളെ കണ്ടന്റിൽ ചോദിക്കും കുറെ ആൾക്കാര്. പിന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് കുറെ വ്ളോഗ് ഇട്ടല്ലോ, കുറെ വ്ളോഗ് നമ്മൾ കാണാൻ പേരത്തിനെ പറ്റി കുറെ വ്ളോഗ് ഇട്ടൊക്കെ. അത് ഇങ്ങനെ ഒരു കാര്യം കൂടി ക്ലിയർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ നാട്ടിലും ഉണ്ടോന്ന് അറിയില്ല. നമ്മളെ വീഡിയോയില് ഞാൻ ചോദിച്ചപ്പോ ചില ആൾക്കാർ പറഞ്ഞ് കണ്ണൂരുണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ് അത് വയറ് കാണാൻ വരുമ്പോഴാണ് കൊണ്ടുവരാന്നൊക്കെ. പക്ഷെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്മന്റെ ഫ്രണ്ട്സുകള് ഓലൊരു സന്തോഷത്തിന് കാണാൻ വരുന്നതാ. അത് നമ്മളൊരു എന്താ പറയാ, എല്ലാ നാട്ടിലേക്കുള്ള സംഭവം. എല്ലാ നാട്ടിലേക്കും ഉണ്ടോന്നും അറിയില്ല. നമ്മള് കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഉള്ള സംഭവം. അതിങ്ങനെ ഓരോരോ ചിലപ്പോ ഫ്രൂട്ട്സ് ആയിരിക്കും, ചിലപ്പോ ഫുഡ് ഐറ്റംസ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടല്ലോ, ചിക്കനും ബിരിയാണി, സ്നാക്സ്, കുറെ എണ്ണക്കടികളൊക്കെ കൊണ്ടാ വരാം. ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷം. യെസ്. അപ്പൊ നമുക്ക് കഴിക്കുമ്പോ ഒരു സന്തോഷം. ഇങ്ങനെ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇപ്പൊ ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ മാതിരിക്കില്ല. അപ്പൊ ഓരോ വീട്ടുകളിൽ നിന്ന് ഓരോ വെറൈറ്റി സാധനം കഴിക്കുമ്പോൾ അത് നല്ല രസാട്ടോ. ഞാനത് ഇങ്ങനെ അവരോട് പറയും, നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ചില സംഭവങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ എൻജോയ് ചെയ്തില്ല, അങ്ങനെ കഴിക്കില്ല. ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത്. എന്റെ അടുത്ത് എല്ലാരും പറയുന്നുണ്ട് കെയർ ചെയ്യേ, അധികം വാരി വലിച്ച്. അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നത് എണ്ണക്കടികളൊക്കെ ആയതുകൊണ്ട് കൊറേയൊക്കെ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് കഴിച്ചത്. ആഷിക്കൊക്കെ എന്താ, ആഷിക്കും ആഷിക്കാരുടെ സിസ്റ്ററും ഉമ്മ ലാസ്റ്റ് പോയിട്ട് എല്ലാം കഴിഞ്ഞാ പോയിട്ട് ചെക്ക് ചെയ്ത് എല്ലാ പലഹാരക്കടികളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഷുഗർ പൊടിച്ചത്. അങ്ങനെ നല്ല ഷുഗർ ആയിരുന്നു, അത് വരെ ടെസ്റ്റ് ചെയ്തില്ല. അപ്പൊ എന്താ പറയാ, നമ്മള് എന്തായാലും നിങ്ങളെ സപ്പോർട്ടും സ്നേഹം കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മള് പുറത്ത് പോകുമ്പോൾ ആൾക്കാർ കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഇപ്പൊ നമ്മള് എല്ലാരെയും പ്രാർത്ഥന വേണം. യെസ്, അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ ഒരു ജേണി നമ്മളിപ്പോ ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ നമ്മളെ ഫാമിലിയാ. ഇപ്പൊ നമ്മളെ കുടുംബക്കാർ എങ്ങനെയാണോ അതേമാതിരി തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഫുൾ ടൈം നിൽക്കുന്ന ആൾക്കാരാ. നിങ്ങളാണ് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ തരുന്നത്. നിങ്ങൾ ഷെയർ ചെയ്യണ്ട. നമ്മള് ആൾക്കാരെ വന്ന് ഇതൊക്കെ എന്തിനു വന്ന് ഷെയർ ചെയ്യാന്ന്, പക്ഷെ അത് ചോദിക്കുന്ന ആൾക്കാരും വേറെ ഉണ്ട്. അതായത്
വേണ്ടാത്ത ആൾക്കാരെ കാണാണ്ട് പോവാ, സ്കിപ്പ് ചെയ്ത് പോവാ, നമ്മള് വേണ്ട ആൾക്കാരെ റിവീൽ ചെയ്ത കാണാം. അത് രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മളെ കുടുംബക്കാരെ അറിയുന്നതിന് മുമ്പ്, അതായത് നമ്മള് റിവീൽ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പ്രഗ്നന്റ് അല്ലേ ഇങ്ങോട്ടേ ഫുള്ള് കമന്റ് ആണല്ലോ, പ്രഗ്നന്റ് ആണല്ലോ നിങ്ങൾ എന്താ റിവീൽ ചെയ്യാത്ത, കാരണം അത്രയും പോലും നോക്കുന്നുണ്ട് നമ്മളെ കുറച്ച് ഡിലേ ആയിട്ടാ റിവീൽ ചെയ്തത്. അതന്നെ റിവീൽ ചെയ്തപ്പോ എല്ലാരും എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്ന് പിന്നെ ഇങ്ങനെ ഒരു റീല് കണ്ട്, പക്ഷെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പറയല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞെ. നമ്മൾ ആക്ച്വലി ഒരു സേഫ് ആണ്, മീൻസ് അങ്ങനെയല്ല, അതെ, അങ്ങനെ ഒരു ഇതിലെത്തിയ സമയത്താണ് നമ്മൾ റിവീൽ ചെയ്തത്. അത് നമ്മള് തുടക്കത്തിൽ നമ്മളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അത് നമ്മള് നെഗറ്റീവ് ഒന്നുമില്ല, അവള് പറഞ്ഞിട്ടുണ്ട് നമ്മളെ തുടക്കത്തിൽ ചെയ്തില്ല എന്നുള്ള കാര്യം. പിന്നെ എനിക്ക് കുറെ മെസ്സേജ് വന്നത് ഏതൊക്കെ റീല് കണ്ടിട്ട് ഷോർട്സ് കണ്ടിട്ടൊക്കെ എങ്ങനെയാ മനസ്സിലായതെന്ന് എനിക്കറിയില്ല, മൈത്രിയിലായിരുന്നു കാണിച്ചത്, പിന്നെ എന്തുകൊണ്ട് സ്റ്റാർ കെയറിലേക്ക് പോയി എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിക്കാം, സ്റ്റാർ കെയറിൽ ഒന്നും ഞാൻ എവിടെ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ മനസ്സിലായി ചിലപ്പം നല്ല ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടതിനോട് ചോദിക്കായിരിക്കും. അപ്പൊ ഒന്നും കൊണ്ടല്ല, നമുക്ക് സത്യം പറഞ്ഞെങ്കിൽ മൈത്രിയില ഡോക്ടറായിട്ട് അടിപൊളി ഡോക്ടറായിട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നം, നല്ല ഡോക്ടറായിരുന്നു, നമ്മൾ കാണിച്ച ഡോക്ടറായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫാമിലിയിൽ കുറെ ആൾക്കാര് സ്റ്റാർ കെയർ ഒരു ഡോക്ടറാണ് അത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഫാമിലീസിന് സജഷൻസ് ഇങ്ങനെ കുറെ വന്ന് അല്ലാണ്ട് നമുക്ക് അതുകൊണ്ടാണ്, കാരണം നമുക്ക് അല്ലാണ്ട് നമ്മൾ ഒരു നെഗറ്റീവ് പറയുന്നില്ല, നമുക്ക് ഇന്ന ഡോക്ടർ മോശം അങ്ങനൊന്നല്ല, നമുക്ക് കുറെ സജഷൻ വന്ന് ഫാമിലി നോക്കി ഇന്ന ഡോക്ടറെ കാണിച്ചൂടെ, എല്ലാരും അവിടെ ആയിരുന്നു. അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത മാറ്റി കാണിച്ചു നോക്കുമ്പോ അവിടെയുള്ള ഡോക്ടറും നല്ല ഡോക്ടർ, നമ്മള് കാണിച്ച രണ്ട് ഡോക്ടേഴ്സും നല്ല ഡോക്ടേഴ്സും അടിപൊളി ഡോക്ടേഴ്സ് കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മള് അങ്ങനെ ഇപ്പൊ കറന്റ് ലാസ്റ്റ് ടൈം ഒന്ന് സ്റ്റാർ കെയർ കാണിച്ച്, അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു, അതുകൊണ്ട് മറുപടി പറഞ്ഞാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായി വന്ന Q&As. നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് വേറെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെയും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതെ, പക്ഷെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും നമ്മളോട്, നിങ്ങൾ ഇത് ഇന്നലെ രാത്രിയല്ലേ Q&A സാധനട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളെ വ്ലോഗ് ഇട്ട് നോക്കി. നമ്മള് ഇന്നലെ ഉച്ചക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പൊ ഇന്ന് ഉച്ചവരെ ഞാൻ കാത്തുനിന്ന് ആ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല കോമൺ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നമ്മള് കുറെ Q&A ഇതിനു മുമ്പ് 3 Q&A എഴുതിയില്ലേ, ആ Q&A സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന കാര്യം നമ്മളെ ജോബ് എന്താണ്, നമ്മളെ എന്താ പറയാ, ചിലപ്പോ നമ്മള് സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് ഒരു ബോറിംഗ് ആയിരിക്കും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു എന്താ പറയാ, പുതുതായി വന്ന സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കാം ഞങ്ങളോട് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന് ശേഷം നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പൊ പുതുതായ ആൾക്കാർക്ക് അറിയണല്ലോ, ഓല് കണ്ടില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ചെയ്ത. പിന്നെ നമ്മള് ഫത്താഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുത്തിക്കണ് എന്ന് വിചാരിച്ചിട്ട് തീരെ കളക്ഷൻസ് ഇല്ലാണ്ടില്ല, നമ്മളങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. വേണമെന്നുള്ളവര് അതും ഒന്ന് ചെക്ക് ചെയ്തോളൂ അല്ലെ. കുറെ നല്ല ഓഫേഴ്സും നല്ല കാര്യങ്ങളും ഒക്കെ അതിലിങ്ങനെ പോകുന്നുണ്ട്. അതെ, അപ്പൊ നമ്മൾ ഈ മെയിൻ ആയിട്ട് വന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എല്ലാരും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു ജേണിയിലും വേണം, നമ്മളെ യൂട്യൂബിനും വേണം, നമ്മളിടുന്ന കണ്ടന്റിനും വേണം, എല്ലാത്തിനും വേണം. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. വേറെ വിശേഷങ്ങളുമായി വേറെ വീഡിയോയിൽ കാണാം. അടുത്ത വ്ലോഗുമായി അടുത്ത വീഡിയോ കാണാം. അതെ, ബൈ.